Good evening, friends. Welcome to our channel, Trend Riders. നമ്മൾ ഇന്നൊരു ഇൻഡിക്കേറ്റർ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നു. നമ്മൾ ഇതിൻ്റെ പേര് വെൽ വിഷേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുള്ളതാണ്. നിങ്ങൾക്കിത് കോപ്പി ചെയ്തിട്ട് അതിന് നമുക്ക് ഇവിടെ പൈൻ എഡിറ്ററിലൂടെ നമുക്ക് പേസ്റ്റ് ചെയ്താൽ മതി. പേസ്റ്റ് ചെയ്തിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് ആഡ് ടു ചാർട്ട് എന്ന് കൊടുത്താൽ മതി. നമ്മൾ ആഡ് ടു ചാർട്ട് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ ആദ്യം നമ്മൾ സേവ് ചെയ്യുക, എന്നിട്ട് ആഡ് ടു ചാർട്ട്. ഇനി ഇതിന് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് മിനിമൈസ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് പോവാം. ഇൻഡിക്കേറ്ററിൻ്റെ ഇതിൽ പോകുമ്പോൾ കാണാം, നമ്മളെ മൈ സ്ക്രിപ്റ്റിൽ കാണാം വെൽ വിഷേഴ്സ് ഓൺ എന്ന് പറഞ്ഞിട്ട് അതെടുക്കുക. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ടൈം ഫ്രെയിം ഒന്ന് മാറ്റി കൊടുക്കാം. നമുക്ക് 5 മിനിറ്റോ നമുക്ക് വേണ്ട ഡിസൈഡ് ടൈം എന്താണെന്ന് വെച്ചാൽ ആ ടൈം ഫ്രെയിമിൽ നമുക്ക് കൊടുക്കാം. മാറ്റിയതിന് ശേഷം ഇതിൽ നമുക്ക് വേണമെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് ടൈമുകൾ നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കുക. കണ്ടോ, അത് രണ്ടും ഇടണമെങ്കിൽ മാറ്റിയിടരുത്. 5 മിനിറ്റിൻ്റെ സെറ്റിംഗ് ആണ്, 5 മിനിറ്റിൻ്റെ സെറ്റിങ്സിലേക്ക് വെക്കാം. ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ചെറിയൊരു ചേഞ്ചസുകൾ നമ്മൾ വരുത്തിയിട്ടുണ്ട് ഇതിൽ. അതെല്ലാം 3 മിനിറ്റിൻ്റെ രീതിയിൽ ബേസിലാണ് നമ്മൾ ഏതെങ്കിലും സ്ട്രാറ്റജികൾ ഫോളോ ചെയ്യുന്നെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് വെൽ വിഷേഴ്സ് ട്രേഡിംഗ് സോൺ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ട്രേഡ് സെറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. അതായത് നമുക്ക് ട്രേഡുകളൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ അതിന് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത് 3 മിനിറ്റിൻ്റെ സെറ്റപ്പാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കാരണം ഇതിൽ നമ്മൾ 15 മിനിറ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റികൾ മിസ്സാവും. അതായത് 15 മിനിറ്റിൻ്റെതും നമുക്ക് ട്രേഡ് സെറ്റപ്പ് വരുന്നുണ്ട്. ചില സ്റ്റോക്കുകളിലും ചില സംഭവങ്ങളിലൊക്കെ മൂവ്മെൻ്റ് അനുസരിച്ച് 15 മിനിറ്റ് വേണ്ടി വരും. അതേപോലെ തന്നെ 5 മിനിറ്റ് വേണ്ടതുണ്ട്. അതെല്ലാം നിങ്ങൾ റീടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു സ്ട്രാറ്റജി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം നോക്കി നിങ്ങൾ ട്രേഡ് സെറ്റപ്പ് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇത് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമായിട്ട് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഇതിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അവർ ചെയ്യേണ്ട ഒറ്റ കാര്യം എന്ന് വെച്ചാൽ ഇതാദ്യം 1 ആഴ്ച 2 ആഴ്ച ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും അറിയിക്കുക. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമുക്കിതിൽ വേറെ ഏതെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് ഇതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ളത് വേണമെന്നുള്ളത് നമ്മളുടെ ടീമുകൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതുകൂടി എടുത്തിട്ട് നമുക്ക് ആ ട്രേഡിനെ നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് റൺ ചെയ്യാനുള്ള ഒരു രീതി നമ്മൾ നോക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ ഇൻഡെക്സിലേക്ക് ഇപ്പോൾ നമ്മൾ കടന്നിട്ടില്ല. ഇൻഡെക്സിലേക്കുള്ള ഇതിൻ്റെ വർക്കൗട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഇനി നമുക്കപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണം. സ്റ്റോക്കുകൾ ഇങ്ങനെ ചേഞ്ചിൻ്റെ ബേസിലായാലും നമുക്ക് എടുത്താൽ മതി. അതായത് അന്ന് മൊമെൻ്റ് ഉള്ളു. അതല്ലെങ്കിൽ നമുക്ക് വേറൊരു സെറ്റപ്പ് ഉള്ളത് ട്രേഡിംഗ് വ്യൂവിൽ തന്നെയുണ്ട് സ്റ്റോക്ക് സ്ക്രീനർ. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. കണ്ടോ, ഇതിൽ നമ്മളിങ്ങനെ ചേഞ്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൗൺ ട്രെൻഡുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മൊമെൻ്റ് ഉള്ള സ്റ്റോക്കുകളും ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ കണ്ടോ ഒരുപാടുണ്ട്. റിൽ ഇൻഫ്ര അങ്ങനെ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഉണ്ട്. HBL പവർ ഉണ്ട്. അത്യാവശ്യം പേഴ്സൻറ്റേജ് ഉള്ള സ്റ്റോക്കുകളൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ മൂവ്മെൻ്റൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ടേക്കാം. നമുക്ക് HBL പവറിൽ നമുക്ക് ഇതിനെ ട്രേഡിംഗ് സോൺ നോക്കാം. അതായത് നമുക്കിത് കാലത്ത് ഏകദേശം ഒരു 9:30 ആ സമയമാകുമ്പോഴേക്കും നമുക്ക് ഒരു ഏകദേശം ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. സ്ട്രോങ് ബൈ റെക്കമെൻഡേഷനും നല്ല വോളിയും കാര്യങ്ങളും ഉള്ളതാണെങ്കിൽ നമുക്ക് അതിനെ തിരഞ്ഞെടുക്കാൻ ഈസിയാണ്. വേറൊരു ഇതോടും വേണ്ട. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതിൽ ഇപ്പം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകണം. ഞാനിവിടെ പ്ലേ കൊടുക്കാം. പ്ലേ ആയി. ഇപ്പം നമ്മുടെ സോൺ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കണ്ടോ, നമ്മുടെ സോൺ ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പം നമ്മളുടെ ട്രേഡിംഗ് സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോണിനെ ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴോട്ടുള്ള എൻട്രി ആണെങ്കിൽ അത് പ്ലാൻ ചെയ്യും. അപ്പോൾ അതിപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായിരിക്കും, ഈ ലൈനായിരിക്കും, അതായത് ഈ മുകളിലുള്ള. അതേപോലെ തന്നെ ഇത് മുകളിലോട്ട് ബ്രേക്കിംഗ് ആണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം. നമ്മൾ അഗ്രസീവ് ഉള്ള ആൾക്കാർക്ക് ഇത് ബ്രേക്ക് ചെയ്ത് അപ്പം തന്നെ നമുക്ക് എൻട്രി എടുക്കാം. കാരണം അവരുടെ സ്റ്റോപ്പ് ലോസ് എന്തായിരിക്കും, ഈ താഴത്തെ ഈ ലൈനായിരിക്കും. പിന്നെ നമ്മുടെ കാര്യങ്ങൾ എല്ലാം പ്രകാരം നമ്മൾ ചെയ്യുന്ന സെറ്റപ്പ് എങ്ങനെയായിരിക്കും, ഫസ്റ്റത്തെ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെങ്ത് ആയിരിക്കണം. ആ ലെങ്ത് അതായത് ഏകദേശം ₹1 നമുക്കുള്ളൂ ടാർഗറ്റ്. ഓക്കെ, ₹1 ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. ഇനി രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ലെങ്ത് ആയിരിക്കും. അതായത് 3 ചില്ലാ റുപ്യ വരും. അപ്പോൾ അതെല്ലാം ക്ലിയർ ആണല്ലോ. നമുക്ക് ട്രേഡ് സെറ്റപ്പ് വരുമ്പോൾ അതിനനുസരിച്ച് കയറിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഓക്കെ,
ഇപ്പൊ നമുക്ക് എൻട്രി ഓൾറെഡി പക്ക ക്ലിയർ ആയി. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ക്യാൻഡിലിന്റെ നമ്മളെപ്പോഴും പേഴ്സൻറ്റേജ് വൈസ് നോക്കണം. അതായത് ഇത് ചെറിയൊരു ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഈ ക്യാൻഡിലിന്റെ ഏകദേശം ഒരു 80% മുകൾ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ നമുക്കിതൊരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിലായിട്ട് കണക്കാക്കിയിട്ട് നമുക്ക് എടുക്കാം. നമ്മളെ പ്ലാൻ 3 മിനിറ്റിലാണ്. നോക്കാം. ഇപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്തായിരിക്കും? സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ താഴത്തെ ലൈനാണ്. അപ്പൊ നമ്മൾ ഒരു ബഫർ ഇട്ട് അത് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഒരു ലൈൻ വരച്ചു കൊടുത്തു. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗ്രീൻ തന്നെ എടുക്കട്ടെ, സപ്പോർട്ടല്ലേ. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രീനിഷ് കളറിൽ നമ്മൾ കൊടുത്ത്. അതേപോലെ തന്നെ നമ്മളെ ടാർജറ്റ് എങ്ങനെയായിരിക്കും നോക്കാം. ടാർജറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതാണ്? ₹1 നമ്മുടെ ഫസ്റ്റ് ടാർജറ്റ്. ഓക്കെ, ₹1 നമ്മളെ ഫസ്റ്റ് ടാർജറ്റ് കിട്ടി. ഫസ്റ്റ് ടാർജറ്റ് നമുക്ക് ടാർജറ്റിനെ റെഡിൽ വരയ്ക്കാം. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് നേരേക്ക് പോകാം. കണ്ടോ? ഇത് സെക്കൻഡ് ടാർജറ്റ്. 2 ടാർജറ്റ് ഇപ്പോൾ ആദ്യം വരച്ചേക്കാം. അത് കഴിഞ്ഞ് ആ ടാർജറ്റ് അടിക്കുമ്പോൾ നമുക്ക് വരാം. ഇനി നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യം, നമ്മുടെ മേജർ ടാർജറ്റ് ഇതാണ്. ഓക്കെ, മേജർ ടാർജറ്റ് നമുക്കിത് കിട്ടി. നോക്കാം മേജർ ടാർജറ്റ്. ഇതാണ് നമ്മുടെ ആ, നമുക്ക് ഇതുവരെ നമുക്ക് ക്യാപ്ചർ ചെയ്യാം. മനസ്സിലായോ? ഇനി നമുക്ക് ഉള്ള ഒരു ഒറ്റ ടാർജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാണ്? ഇനിയുള്ള ഒരു ടാർജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് നമ്മുടെ എസ് എൽ പറഞ്ഞിരിക്കുന്നത്. ഈ എസ് എല്ലിൽ നിന്ന്, അതായത് നമ്മുടെ ബ്രേക്ക് ഔട്ട് തുടങ്ങിയിട്ട് ഇവിടെ വരെ ഉള്ള ലൈൻ ഇത് കൊടുക്കാം. ഇതൊരു ടാർജറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ വയ്ക്കാൻ പറ്റും. ഇതെല്ലാം എല്ലാ സ്റ്റോക്കിനും വർക്ക് ചെയ്യണമെന്നില്ല, നമുക്ക് നോക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അത്യാവശ്യത്തിനുള്ള ടാർജറ്റുകളൊക്കെ നമുക്ക് ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കെന്ന് പറഞ്ഞാൽ ഒരു ടാർജറ്റും കൂടി ഉള്ളൂ. അത് ഇതിന്റെ ഫുൾ ലെങ്ത് ആണ്. അതായത് ഫുൾ ലെങ്ത് എന്ന് ഉദ്ദേശിച്ചാൽ ഇത് തന്നെ കണ്ടോ. അത് ഇന്നത്തെ നമ്മുടെ ഹയർ റേഞ്ചിന്റെ ഫുൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ മാക്സിമം ഇന്നത്തെ അച്ചീവ് ചെയ്യാൻ നമുക്ക് ഒരു പോസിബിൾ ഉള്ളത്. നമുക്ക് കൂടുതൽ ടാർജറ്റുകൾക്കൊന്നും നിൽക്കരുത്. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇത് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഏ, ഒന്ന് ഇതിന് മേലെ എങ്ങാനൊക്കെ പോവാണെങ്കിൽ നമുക്കതൊരു ബോണസ് ആയിട്ട് കരുതാം. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മുടെ എല്ലാ ടാർജറ്റുകളും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളെ വേറൊരു രീതി ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ട്രയൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഓരോ ദിനം കേട്ടോ. ഏകദേശം ട്രയൽ ചെയ്യുമ്പോൾ സെയിം ആയിട്ട് വരുന്നുണ്ടോ. അങ്ങനെയാണ് നമ്മളെ ടാർജറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ള കറക്റ്റ് ആണ് നോക്കുന്നത്. ഇനി നമുക്ക് ഇതിന് മേലെ ഇനിയും ടാർജറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ട്രയൽ ചെയ്ത് പോകണം. ഇങ്ങനെ ട്രയൽ ചെയ്ത് പോകുമ്പോൾ ട്രയലിംഗ് എസ് എല്ലാം അടിക്കുള്ളൂ. നമുക്ക് ആ കിട്ടണേൽ ഈ ടാർജറ്റിൽ അച്ചീവായിട്ട് മുന്നോട്ട് പോകണ്ട. നമ്മൾ വീണ്ടും മുകളിലേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യും? ട്രയൽ ചെയ്യും. ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും? ട്രയലിംഗ് എസ് എൽ ആണെങ്കിൽ ഇതെല്ലാം അടിക്കാം, ഇവിടെയാണ് അടിക്കുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇത്രയുള്ള പ്രോഫിറ്റേ കിട്ടുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ അതിൽ ഹാപ്പി ആയിരിക്കണം. ഹാപ്പി ആണെങ്കിൽ മാത്രം നമ്മൾ ആ സെറ്റപ്പിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വന്നത്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ടാർജറ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് താഴേക്ക് വന്ന് നിൽക്കണം. സെക്കൻഡ് ടാർജറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എസ് എൽ നമ്മൾ മാറ്റി. നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മളുടെ ബൈങ് സോണിലേക്ക് കൊണ്ടുവച്ചു. ഓക്കെ, കളറൊന്ന് മാറ്റിയെടുക്കാം, നമുക്ക് മനസ്സിലാവണില്ല. ഓക്കെ, ഓ വേഗത്തിലായി പോയി കണ്ടോ. നമ്മുടെ 1, 2, 3, 4ാമത്തെ ടാർജറ്റും അച്ചീവ് ആയി. ഓക്കെ, നോക്കാം. നമ്മൾ പറഞ്ഞതിലെ മാക്സിമം ടാർജറ്റാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ അച്ചീവായി കണ്ടോ. ഈ ക്യാൻഡിലിൽ നമുക്ക് അച്ചീവായി അത്. ആ ടാർജറ്റ് നമ്മൾ അടിച്ചു. ഇനി നമ്മൾക്കുള്ളത് പറഞ്ഞാൽ ബോണസ് ആണ്. വേണമെങ്കിൽ ട്രയൽ ചെയ്ത് വേണമെങ്കിൽ മുകളിലേക്ക് വെക്കാം എന്നുള്ളത്. ഇതൊന്നും നമ്മൾ നിൽക്കരുത്. കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്ത് കളയാനല്ല. ട്രയൽ ചെയ്യുന്നവർക്ക് മാത്രമുള്ളതാണ് റൈഡ്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഈ ടാർജറ്റ് അടിച്ച സ്ഥിതിക്ക് എന്താ കഴിഞ്ഞാൽ അവരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് വരിക. അപ്പോൾ ഈ റേഞ്ചിലാണ് വെക്കുക. ഇതിന് മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്കത് പോയി നമ്മൾ ഇതുകൊണ്ട് ഇറങ്ങേണ്ടി വരും. പക്ഷേ ഇവിടെയുള്ള വലിയ ടാർജറ്റ് പിടിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. ആ അടിപൊളി. നമ്മൾ ആ ടാർജറ്റ് അടിച്ചു കേട്ടോ. ആ ടാർജറ്റ് അടിച്ചിട്ട് അവിടെ നിന്ന് ഒരു ബോൺസ് കൊടുത്തെന്ന് തോന്നുന്നു.
ഇല്ല, കൊടുത്തിട്ടില്ല. നോക്കാം. ആ ബോണസ് അടിച്ചു. ആ ബോണസ് അടിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ഏകദേശം നമ്മളുടെ ടൈമൊക്കെ ഇൻട്രാഡേ ടൈം തീരുന്നതിനുള്ളിൽ തന്നെ നമ്മളുടെ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ച വെൽവിഷേഴ്സ് സോണിന്റെ ട്രേഡിംഗ് സെറ്റപ്പ്. അതൊരു സ്റ്റോക്കിൽ ചെയ്യുന്നതാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇനി ഇൻഡെക്സിൽ വരുന്നുണ്ട്. ഇനി ഇതിനെ സപ്പോർട്ടീവ് ആയിട്ട് നമുക്ക് എന്തൊക്കെ നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവരും ഇത് എന്ത് ചെയ്യുക, ആദ്യം ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. മാർക്കറ്റിൽ എങ്ങനെ നിങ്ങൾക്ക് അത് സപ്പോർട്ടീവ് ആയിട്ട് ഈ ഇൻഡിക്കേറ്റർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് നോക്കി പഠിച്ചതിന് ശേഷം നിങ്ങളുടെ കമന്റും കാര്യങ്ങളൊക്കെ അറിയിക്കുക.